ഹോർമൂസ് കടലിടുക്ക് കടക്കാനുള്ള അപേക്ഷകളിൽ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾ മുന്നിൽ. ജൂൺ 17 ശേഷമുള്ള മൂന്നാഴ്ചത്തെ കണക്കാണിത്. ഹോർമൂസിൽ നിന്നും പുറത്തു കടക്കാനുള്ള അപേക്ഷകളിൽ 20% ഇന്ത്യയിലേക്കുള്ള കപ്പലുകളാണ്. പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കാനുള്ള അപേക്ഷകളിൽ 21% ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകളായിരുന്നു. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിൽ ഇറാൻ രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രീറ്റ് അതോറിറ്റി പ്രകാരമുള്ള കണക്കുകളാണ് ഇത്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഹോർമൂസ് കടക്കാൻ ഏറ്റവും അധികം ഉള്ളത് ഇന്ത്യൻ കപ്പലുകളാണ് അല്ലേ? ഇനി അങ്ങോട്ട് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കപ്പലുകൾ പോകേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതിൽ ഉറപ്പായും ഹോർമുസിൽ പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഇന്ത്യയാണ് എന്നത് തെളിയിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹോർമുസിന് പുറത്തേക്ക് കടക്കാനും അകത്തേക്ക് പോകാനുമായി ഏറ്റവും കൂടുതൽ അപേക്ഷ നൽകിയിരിക്കുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കപ്പലുകളാണ് എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ജൂൺ 17 ശേഷമുള്ള 3 ആഴ്ചത്തെ കണക്കാണ്. കടലെടുക്ക് കടക്കാനുള്ള അപേക്ഷകൾ ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്ന ആയിട്ടുള്ള കപ്പലുകളാണ് എന്നുള്ളതാണ്. ആകെ കപ്പലുകളിൽ 20% ഇന്ത്യയിലേക്കുള്ള കപ്പലുകളാണ് എന്നതാണ്. ഹോർമുസിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അപേക്ഷകളാകെ വന്നപ്പോൾ 20% ഇന്ത്യയിലേക്കുള്ള കപ്പലുകളാണ്. പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കാനുള്ള ആകെ അപേക്ഷകളിൽ 21% ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകളായിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പുറത്തു വരുന്നത്. ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വിഹിതം 29%വും 20%വുമാണ് രണ്ടിടത്തേക്കും എന്നുകൂടി ഇപ്പോൾ ഇറാൻ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് കപ്പലുകളിൽ നിന്ന് ഇന്ത്യൻ ജീവനക്കാരെ ഒഴിവാക്കണമെന്ന ആവശ്യം കപ്പൽ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഹോർമുസിൽ പലയിടത്തും സ്ഫോടനങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ, മിസൈൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ പരിഗണിച്ചാണ് ആ നിർദ്ദേശം നൽകിയത്. അതിന് പിന്നാലെയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കപ്പലുകളാണ് കടലിടുക്കിൽ കൂടുതലായി ഉള്ളത് എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സ്മൃതി, ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.